എല്ലാവർക്കും നമസ്കാരം. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും ഒക്കെ എൽ ഡി എഫുകാർക്കുള്ള കഴിവ് കേരളത്തിലെ ജനത്തിന് പ്രത്യേകമായി അറിയാം. ഒരു ഉദാഹരണം പറയാം. ഇ ഡിയുടെ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുകയായിരുന്നെന്നാണ് ഇപ്പോൾ ഒരു വലിയ സഖാവിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ഈ ചുടുകട്ട വെച്ച് എറിയുന്നതും ഗ്ലാസ് പൊട്ടിച്ചെതറുന്നതും 2 പ്രാവശ്യം കട്ടയെടുത്ത് എറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടത് വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തതാണോ? അങ്ങനെയാണെങ്കിൽ വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ പേരിൽ കുറേ എണ്ണം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗീബൽസ്യൻ തന്ത്രമെന്ന്? എന്ന് പറഞ്ഞാൽ അത് ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനാണ്. ഒരു നുണ തന്നെ പല പ്രാവശ്യം ആവർത്തിക്കും, പല ആളുകൾ ആവർത്തിക്കും. അവസാനം കേൾക്കുന്നവരോർക്കും ഇത് സത്യമെന്ന്. ഇത് തന്നെയാണ് എൽ ഡി എഫുകാർ പിന്തുടരുന്ന ഒരു നയം. ഇത് ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന് നല്ല ശരിക്കറിയാം. കാരണം 25 വർഷമായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തോട്, കേരള സാമ്പത്തിക രംഗത്തോട് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് കാണിച്ചു വച്ചിരിക്കുന്ന കുത്തഴിഞ്ഞ നടപടികൾ, തോന്നിയവാസങ്ങൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത തീരുമാനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്നലെ പുറത്തിറങ്ങിയ ധവളപത്രം. ഞാൻ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ. ഇതിന് ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളിൽ നിന്ന് കണക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ കൃത്യമായിട്ട് ആ കണക്കുകൾ ജനത്തിന് രേഖാമൂലം അവതരിപ്പിച്ച് തന്നതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതെന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇങ്ങനെ ചിന്തിച്ച് ധവളപത്രം ഇറക്കിയത് എന്ന് ചോദിച്ചാൽ, നാളെ എൽ ഡി എഫുകാർ പറയും ഞങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ 10 ലക്ഷം കോടി ബാലൻസ് ഉണ്ടായിരുന്നു, ഖജനാവിൽ സ്വർണ്ണ തങ്ക കട്ടികൾ രത്നക്കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്, കോടാനുകോടി അവിടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ ഇവന്മാർ പറയും. ഇവന്മാർ പറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊരു കമൻറ്റ് കണ്ടു. അതായത് സത്യം അറിയുവാൻ ധവളപത്രമല്ല നോക്കേണ്ടത്, ദേശാഭിമാനി വായിക്കുന്നു. ഇതുപോലെ ദേശാഭിമാനി വായിക്കുന്ന ആളുകൾക്ക് ഈ ധവളപത്രത്തിൽ പറയുന്ന കണക്കൊന്നും മനസ്സിലാകുകയല്ലോ. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക ചിത്രം എന്താണെന്ന് പുറത്തിറക്കിയേക്കുന്നതിൻ്റെ ഔദ്യോഗിക രേഖയാണ് ധവളപത്രം. 400-ലധികം പേജുണ്ടിത്. ഇത് തയ്യാറാക്കിയേക്കുന്നത് സർക്കാരിൻ്റെ രാഷ്ട്രീയ അടിമകളായ ഉദ്യോഗസ്ഥ ചണ്ണകളല്ല. ഇത് ഇറക്കിയിരിക്കുന്നത് RBIയുടെ സ്റ്റേറ്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കിൽ നിന്നും ഗവൺമെൻറ് ഓഫ് കേരള ബഡ്ജറ്റിൽ നിന്നും എടുത്തിരിക്കുന്ന കണക്ക്, പ്ലാനിംഗ് ബോർഡിൽ നിന്ന് റിട്ടയർഡായ സീനിയർ വിവരമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, അവരാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. കണക്കുകൾ ഏതാണ്ട് ഞങ്ങൾ പറഞ്ഞതിലും ഒരു ശകലവും കൂടെ മുകളിലോട്ടേ വരുന്നുള്ളൂ. ഏതാണ്ട് 6,35,000 കോടിയോളം ആ കടം വരുന്നത്. ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന 6 ലക്ഷം കോടി കടം, 6 ലക്ഷം കോടി കടമെന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാം. പ്രത്യക്ഷമായിട്ട് കടമായിട്ട് പറഞ്ഞിരിക്കുന്നത് 5,07,000 കോടി രൂപ പ്രത്യക്ഷ കടം. സഞ്ചിത കടം. ഈ സഞ്ചിത കടം എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നഷ്ടം, അതാണ് സഞ്ചിത കടം. അതിൻ്റെ ഒക്കെ പേര് ലോണുകൾ എടുത്തിട്ടുണ്ട്. എത്രയാണെന്നറിയാമോ? 78,851 കോടി. ചത്ത് കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വരുത്തി വെക്കുന്ന നഷ്ടമാണ്. കുറേ കുഞ്ഞച്ചന്മാർ ശമ്പളം മേടിക്കുന്നു എന്നുള്ളതല്ലാതെ ഇത്രയും കടമാണ്. ഉടനെ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക 48,733 കോടി രൂപ. അതുപോലെ കേരളത്തെ മുച്ചൂടും മുടിപ്പിച്ച പിശാച് കിഫ്ബി, അതിൻ്റെ ബാധ്യത 21,000 കോടി രൂപ. ഇങ്ങനെ എല്ലാം കൂടെ വലിയ തുക. ഇനി ഈ 48,733 കോടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉടനെ കൊടുക്കാനുള്ളത്, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ മാർക്കറ്റിൽ ഇടപെടാൻ
സപ്ലൈകോയ്ക്ക് നൽകേണ്ട 2897 കോടി രൂപ ഉടനെ കൊടുക്കണം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് അവശ്യ മരുന്നുകൾ മേടിക്കുന്നതിന് 476 കോടി കൊടുക്കാനുണ്ട്. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ ജീവകാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്നവർക്ക് 2017 കോടി കൊടുക്കാനുണ്ട്. പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾക്ക് 377 കോടി കൊടുക്കാനുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ഒക്കെ 1800 കോടി കൊടുക്കാനുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക 21,000 കോടി കൊടുക്കാനുണ്ട്. പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക, ക്ഷേമ പെൻഷനൊന്നുമല്ല, ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ കുടിശ്ശിക 17,387 കോടി കൊടുക്കാനുണ്ട്. ഇതെല്ലാം ഈ 48,733 കോടിക്കകത്ത് വരും. ധവളപത്രം ഇറക്കിയപ്പം അതിൻ്റെ കണക്കുകളെല്ലാം കൂടെ ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കിയപ്പം ഈ 5,07,000 കോടിയും 48,733 കോടിയും 78,855 കോടിയും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 6.35 ലക്ഷം കോടി കടമുണ്ട്. 6 ലക്ഷം കോടി എന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ. ഏതൊക്കെയാലും ധവളപത്ര അവസരത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തുണി ഉരിഞ്ഞു വിട്ടതിന് പ്രത്യേകമായി സതീശന് നന്ദി അർപ്പിക്കുന്നു. ഇനി ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുക, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ബാലപാഠങ്ങൾ പോലും അറിയത്തില്ലാത്ത ആളുകൾ പോലും കിടന്നലറുന്നത് കേൾക്കാവുന്ന സംസ്ഥാനത്തിന് കടമാണെന്ന് പറഞ്ഞു. ഇവിടെ ശാസ്ത്രജ്ഞനോട് പറയട്ടെ, ഇവിടെ ഒപ്പിടേണ്ടതിന് ഷൂന്നെഴുതി കുത്തിടുന്ന മന്ത്രിമാർ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ അലറുന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ അലറുന്നത്. ചിലപ്പോൾ പറയുന്നവർക്ക് ചിലപ്പോൾ ഇച്ചിരി വിദ്യാഭ്യാസം കുറവാണെങ്കിലും അവരുടെ പുറകിൽ ഇത് അറിയാവുന്ന ആൾക്കാർ, ഈ പേരിൻ്റെ അറ്റത്ത് LLB എന്നെഴുതിയേക്കുന്ന മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിലും ഈ മന്ത്രിസഭയിലും ഉള്ളവർക്ക് 9,000 ഒന്നും വായിക്കാൻ അറിയത്തില്ല, അറിയാലോ. അതുകൊണ്ട് വലിയ ഡിഗ്രിയുടെ അഭ്യാസമൊന്നും ആസ്ഥാന പണ്ഡിത നിങ്ങൾ അങ്ങനത്തെ വിവരമൊന്നും ഇറക്കണ്ട. കടം അനുഭവിക്കുന്ന ജനത്തിനറിയാം കടം എത്രയുണ്ടെന്ന്. എന്നിട്ട് ബാലഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് പൊതുമണ്ഡലം അറിയുന്നത് ശരിയല്ല. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെപ്പോലും ദോഷകരമായി അത് ബാധിച്ചേക്കും. ഇത്തരം രേഖകൾ പുറത്തു വരാൻ പാടില്ലാത്തതാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത്തരം രേഖകൾ ചെകഞ്ഞെടുക്കാൻ ഞങ്ങളെന്ത് പണിപ്പെട്ടെന്നറിയോ? കാരണം ഒരു രേഖയും കേരളത്തിൻ്റേത് ഔദ്യോഗികമായി ലഭിക്കാനില്ല. തമിഴ്നാടിൻ്റെയോ കർണാടകത്തിൻ്റെയോ എന്ത് രേഖകൾ വേണമെങ്കിലും നമുക്ക് കിട്ടാൻ സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. ഇത്തരം രേഖകൾ പുറത്തു വരാൻ പാടില്ലാത്തതെന്നാണ് ബാലഗോപാലൻ പറയുന്നത്. ഞാൻ പൂഞ്ഞാറ് മണ്ഡലക്കാരനാണ്. ഞങ്ങളുടെ ഇവിടെ ആളുകൾ ദേഷ്യം വരുമ്പം പറയുന്നൊരു കാര്യമുണ്ട്, അതങ്ങ് പൂഞ്ഞാറ്റിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇത് തന്നെയാണ് ബാലഗോപാലനോട് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് ബാലഗോപാലൻ്റെ വീട്ടിലത്തെ സ്വത്ത് വീതം വെക്കുന്ന കാര്യമോ ആ മെറ്റൽ ക്രഷറുകളുടെ കണക്കിൻ്റെ കാര്യമൊന്നുമല്ല. ഇത് പൊതുജനത്തിൻ്റെ നികുതി പണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അത് ജനം അറിയരുതെന്ന് പറഞ്ഞാൽ, സർക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന 16,33,000 പേരാണോ? അങ്ങനെയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും കൂടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ കൂടുതൽ ഭാരപ്പെടുന്നത്? ഈ 16,33,000 പെട്ടതല്ലേ നിങ്ങളും ഞങ്ങളും, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പെൻഷൻകാരും? നമുക്കെല്ലാവർക്കും കൂടെ വീതം വെക്കുന്നതിന് ഈ 3,43,00,000 പൊട്ടന്മാരെ എന്തിനാ ഈ കണക്കറിയിക്കുന്നതെന്നല്ലേ ബാലഗോപാലൻ ചോദിച്ചത്? ബാലഗോപാലൻ അതുകൂട്ട് പരിപാടിയൊക്കെ കൈവച്ചാൽ മതി. ജനം ഇവിടെ അറിയാൻ ജനത്തിന് അവകാശമുണ്ട്. 10 കൊല്ലം മുക്കി വെച്ചു, 10 കൊല്ലം സ്വജനപക്ഷപാതവും സ്വന്തം ആളുകൾക്ക് കൊടുത്തതും ഒക്കെ വന്നപ്പോൾ ഇത് ജനം അറിയണം. ഇപ്പം നിങ്ങൾ സമരം വിലക്കയറ്റത്തിനെക്കുറിച്ച് നടത്തുന്നുണ്ട്. 10 കൊല്ലം നാട്ടുകാരൻ്റെ മേടിച്ച് നക്കിയപ്പം, നികുതി പണത്തിൽ നിന്ന് നക്കിയപ്പം വിലക്കയറ്റം ഇല്ലായിരുന്നല്ലോ. ഇപ്പം വെളിയിലോട്ടിറങ്ങി കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച് തിന്നാൻ തുടങ്ങിയപ്പോഴല്ലേ വിലക്കയറ്റം ഉണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇത് മുന്നേ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിച്ചത്. ഈ 16,33,000 പേരല്ല സർക്കാർ എന്നതിപ്പോൾ എങ്കിലും സതീശൻ ഓർക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ കണക്ക് വെളിവിട്ടത്. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ബാലഗോപാൽ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, ഇനി സിയാലെങ്കിലും സ്വകാര്യവൽക്കരിക്കാതിരുന്നാൽ കൊള്ളാം. ഒറ്റ കാര്യം ബാലഗോപാലിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായി, കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാഭമുള്ള ഒരേ ഒരു പ്രസ്ഥാനം സിയാലാണ്.
ബാക്കി എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് KSRTC സ്വകാര്യവൽക്കരിക്കണം, ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കണം, KTDC സ്വകാര്യവൽക്കരിക്കണം, ഗവൺമെൻറ്റിൻ്റെ മെക്കാനിസം കുറയണം, ഗവൺമെൻറ്റിൻ്റെ ചെലവ് കുറയണം, സംസ്ഥാനത്തിന് വരുമാനം കൂടണം, ഈ 1,83,000 എണ്ണത്തിനെ പിൻവാതിൽ നിയമത്തിനെ പിരിച്ചുവിടണം. ഇതെല്ലാം ജനം അറിയണം. കാര്യങ്ങൾ സുതാര്യമായി നിൽക്കണം. വാ പൊളിച്ച നാക്കെടുത്ത നുണ മാത്രം പറയുന്ന LDF നേതാക്കൾ പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ 5,000 കോടി ഇരിപ്പുണ്ട്. എന്നിട്ട് തന്നെ അവശ്യ കാര്യത്തിന് പോലും നിങ്ങളത് കൊടുക്കാഞ്ഞത്. ഇതിപ്പോൾ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് 50,000 രൂപ ശമ്പളം കിട്ടി, ഞാനത് ആർക്കും കൊടുത്തില്ല, പലചരക്കടയിലും കൊടുത്തില്ല, പാൽക്കടയിലും കൊടുത്തില്ല, ബാക്കി വണ്ടിക്കൂലി കൊടുക്കാനുള്ളൂ, ഒന്നും കൊടുക്കാതെ എൻ്റെ കയ്യിൽ 50,000 രൂപ ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് ഒരു ദിവസം ഏതാണ്ട് 500 കോടി രൂപയോളം വരുമാനമുണ്ട്. ഈ വരുമാനം കൊണ്ട് സംസ്ഥാനം എന്ത് ചെയ്യുന്നു എന്നത് ഇവിടുത്തെ പൊതുജനം അറിയണം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കണക്ക് കൃത്യമായി പുറത്തുവിട്ടതിനും ആ കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ ഇതൊന്നും അവതരിപ്പിക്കാതെ നമുക്ക് മാത്രം ഒതുങ്ങി നിന്ന ഈ 16,33,000 പേർക്ക് അമുക്കാം, നിങ്ങളിത് വെളിയിലെത്തിക്കേണ്ടെന്നും പറഞ്ഞ് മല്ല് പിടിച്ചവന്മാരെ തുണി പറിച്ച് വിട്ടതിനും തുണി ഉരിഞ്ഞു വിട്ടതിനും ഒരിക്കൽ കൂടി സതീശനോട് നന്ദി പറയുമ്പോൾ തന്നെ, മുഖ്യമന്ത്രി VD സതീശനോട് നന്ദി പറയുമ്പോൾ തന്നെ ഇനി ഇത് മാത്രം പോരാ, ഇത് മുന്നോട്ട് എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള നടപടികളും കൂടെ എടുത്ത് ഇതെല്ലാം ഭംഗിയാക്കി സംസ്ഥാനത്തിനെ കൊണ്ടുപോകാനുള്ള നടപടികൾ എടുക്കണം എന്ന് കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.